ഇത്രയും വലിയൊരു ക്ഷേത്രമാകുമ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട്, ഒരു അനർത്ഥവും ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ആ പ്രദേശത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ദേവി അല്ലെങ്കിൽ ദേവനെ അവിടെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറിവിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനെ ശുദ്ധികലശം നടത്തി അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അറിവിൽ വന്നതിന് ശേഷം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടുള്ള ആചാരങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്യുന്നു എന്ന് മാത്രം. അതിനെ ഈ പറയുന്ന മതപരമായിട്ട് കൂട്ടിക്കലർത്തി ആരും ചേർക്കല്ലേ എന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഓഗസ്റ്റ് 23-നായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും ക്ഷേത്രക്കുളത്തിലും റീൽസ് ചിത്രീകരിച്ചത്. ക്ഷേത്രക്കുളത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുള്ള ഇടമാണ്. അതുകൊണ്ട് ആചാരലംഘനം നടന്നുവെന്നും ശുദ്ധികർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുമാണ് ദേവസ്വം നിലപാട്. ഇതിന്റെ ഭാഗമായി നാളെ പുലർച്ചെ 5 മണി മുതൽ ശുദ്ധികർമ്മങ്ങൾ ആരംഭിക്കും.